ഇന്ത്യയിൽ പുകയുന്ന 2 ഇഷ്യൂ ആണ്. ഒന്ന് രാമൻ, 2 E20 അതായത് എത്തനോൾ. മനസ്സിലാക്കുക, ഈ 2 ഇഷ്യൂ കൊണ്ടുവന്നത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊന്നുമല്ല. BJPക്കകത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരാണ് ഈ രാമൻ്റെ ഇഷ്യൂ, അയോധ്യ മോഷണം, അമ്പല മോഷണം, അതേപോലെ തന്നെ ഇത്തനോൾ അതായത് പെട്രോളിയം വാഹനങ്ങളിനകത്ത് ബ്ലെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രോഡക്റ്റായി എത്തനോളുമായി ബന്ധപ്പെട്ട സംഭവം. ഇത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ടങ്ങ് കത്തുകയാണ് ഓരോ ദിവസവും. കാരണം ഒരു സാധാരണക്കാരുടെ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. ഇപ്പം അയോധ്യ ഇഷ്യൂവിൽ ഇപ്പോഴും BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അവർ വലിയ രീതിയിൽ സൈലൻ്റാണ്. അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. RSS ആണെങ്കിൽ പൂർണ്ണമായിട്ടും അതിനകത്ത് പെട്ടുപോയി. RSSൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് അതിനകത്ത് മോഷണം നടത്തിയേക്കുന്നതും അടിച്ചു മാറ്റിയേക്കുന്നതും മുഴുവനും. എന്ത് ചെയ്യാൻ പറ്റും? അതായത് അമ്പലമോഷണം മറ്റുള്ളവരെ കുറ്റം പറയുന്ന പോലെ അല്ലെ, രാമൻ്റെ പേരിൽ പണം അടിച്ചു മാറ്റി, ഇഷ്ടം പോലെ പണം അടിച്ചങ്ങ് മാറ്റി. ഈ അഖിലേഷ് യാദവിന് പോലും ഇതിൻ്റെ റിപ്പോർട്ടുകൾ, ഈ പറയുന്ന CCTV ഫുട്ടേജൊക്കെ ആരാ ലീക്ക് ചെയ്ത് കൊടുത്തത്? സാക്ഷാൽ BJPക്കാർ തന്നെ ലീക്ക് ചെയ്ത് കൊടുത്തത്. RSSകാർ തന്നെ അവർ തന്നെയാണ് ലീക്ക് ചെയ്ത് കയ്യിൽ കൊടുത്തേക്കുന്നത്. കാരണം ഇതിനെ എതിർക്കുന്നവരുണ്ട്. എത്തനോൾ ഇഷ്യൂ അത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയാണ് കൊണ്ടുവന്നത്, അല്ല BJPയെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അതിനുശേഷം BJPയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവരും ഇഷ്യൂ കയറി അങ്ങ് അലക്കി. യഥാർത്ഥത്തിൽ മോദി ഗവൺമെൻറ്റിൻ്റെ സ്കാമുകൾ ഓരോന്നായിട്ട് പുറത്ത് വരികയാണ്. നേരിട്ട് പെട്ടിരിക്കുകയാണ് BJP, RSS. ആരാണ് ലാഭം ഉണ്ടാക്കിയത്? എത്തനോൾ 20% ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അത് ബ്ലെൻഡ് ചെയ്യുന്നു പെട്രോളിൻ്റെ അകത്ത്, എന്നിട്ട് ആൾക്കാർക്ക് വിൽക്കാൻ കൊടുക്കുന്നു. അതിൻ്റെ അത് ₹1 പോലും കുറവില്ല. ഗവൺമെൻറ് പോലും തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 20 മുതൽ 30% വരെ മൈലേജ് കുറവുണ്ട്. സത്യമാണ് ഈ സംഭവം. കാരണം എനിക്കുള്ളത് പെട്രോൾ വണ്ടിയാണ്, മൈലേജ് കുറവുണ്ട്. കാരണം ഇതല്ലാതെ വേറൊന്നും അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് തന്നെ വാങ്ങാൻ പറ്റുകയുള്ളൂ. ആരാണ് ഇതിൻ്റെ കമ്പനിയുടെ പുറത്തുള്ള, അകത്തും പുറത്തുമുള്ള ആരാണ്? നിതിൻ ഗഡ്കരി. അയാളുടെ മക്കളാണ് ഈ കമ്പനി നടത്തുന്നത്. ഏകദേശം 15 കോടിയിൽ തുടങ്ങിയ ഈ കമ്പനി ഏകദേശം 2750 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളാണ്. അതായത് ഇന്ത്യക്കാരെ മുഴുവനും ഊളയാക്കി. അതാണ് ജനാധിപത്യത്തിനകത്ത് പല ആൾക്കാരും പറയുന്നൊരു സംഭവമുണ്ട്, ഓവർ പവർ കൊടുക്കരുത്. കൂടുതൽ ഭയങ്കരമായിട്ട് പവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്തും ചെയ്യും. അതാണ് സാക്ഷാൽ രാമനെ അടിച്ചു മാറ്റി. പിന്നാണ് എത്തനോളിൻ്റെ കാര്യം. സാധാരണക്കാരനാണ് ഈ പെട്രോളൊക്കെ അടിച്ച്, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 2 വീലറുള്ളവരാണ്, അത് വെച്ച് ജീവിക്കുന്നവരുണ്ട്. രാവിലെ ജോലിക്ക് പോവുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. അവർക്കൊക്കെ 20 മുതൽ 30% വരെ അവരുടെ വാഹനത്തിനകത്ത് ഈ കുറവുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന്? കാരണം അതിനെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ ഇന്ത്യ മുഴുവനും ഉണ്ടായി. ഇപ്പം നിതിൻ ഗഡ്കരി വലിയ സയൻറ്റിഫിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതിനെ പൊളിച്ചെടുക്കുന്ന ആരാ? സാക്ഷാൽ BJPയുടെ അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ തന്നെയാണ് അതിനെ പൊളിച്ചെടുക്കുന്നത്. ആനന്ദ് രംഗരാജ്, അരിജിത് ഭാരത്, അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്ക്, അവർ തന്നെയാണ് ഓരോ കുപ്പിക്കകത്തും നിറച്ചിട്ട്, അതേപോലെ തന്നെ വർക്ക്ഷോപ്പിൽ പോയി കാണിച്ചിട്ട്, മാരുതിയുടെ സർവീസ് സ്റ്റേഷനിൽ പോകുന്നു, ടയോട്ട സർവീസ് സ്റ്റേഷനിൽ പോകുന്നു, ഓരോരുത്തരെയും ഓരോന്നായിട്ട് കാണിക്കുന്നു. അതായത് ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന 20% 25 ആക്കാൻ നോക്കി. അത് പെട്ടെന്ന് ഗവൺമെൻറ്റിന് പിടികിട്ടി. ഇത് മോദി ഗവൺമെൻറ്റിനെ വല്ലാത്ത രീതിയിൽ ഒലയ്ക്കുന്നുണ്ട്. കാരണം എല്ലാ സാധാരണക്കാരനെയും ഇത് അനുഭവിക്കാനുണ്ട്. വണ്ടിക്ക് പിക്കപ്പ് കിട്ടുന്നില്ല, റേസ് ആവുന്നില്ല, അതേപോലെ വണ്ടി ഇടയ്ക്ക് നിന്ന് പോകുന്നു. ഇതായത് കൃത്യമായ ഒരു പരീക്ഷണമില്ലാതാണ് ഈ സംഭവം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, പല രാജ്യങ്ങളിലും ഇത് 3%, 5%, 10% ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇവിടെ 20% ഒറ്റയടിക്ക് യൂസ് ചെയ്തു. ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പെരിമെൻറ്റ് ബേസിസിലാണ്. എക്സ്പെരിമെൻറ്റ് ബേസിസിലാണെങ്കിൽ പിന്നെന്തിനാണ് ഈ ഉള്ള എല്ലാ ഏകദേശം 25 കോടിയോളം വാഹനമുള്ള ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന 5 കോടിയോളം വാഹനങ്ങൾ പെട്രോളിയം വണ്ടികളുണ്ടെന്നാണ് പറയുന്നത്. എന്തിനാണ് പിന്നെ ഒരു 100 വണ്ടികളോ 200 വണ്ടികളോ അല്ല ഒരു 1000 വണ്ടികളാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ട്രയലായിട്ട് എടുക്കേണ്ടത്? എല്ലാവർക്കും ഈ സാധനം അങ്ങ് നിർബന്ധിച്ചു കൊടുത്തു. കാരണം മക്കളുടെ ബിസിനസ് ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഇതാണ് ബ്ലണ്ടർ. അതാണ് അധികം പവർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കും ഉണ്ടാകുന്ന വിപത്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്. എത്രയോ വാഹനങ്ങൾ കേടായിട്ടുണ്ട്, എത്രയോ വാഹനങ്ങൾ നിന്നുപോയി. അതായത് ഒരു മനുഷ്യൻ വാഹനം വാങ്ങുന്ന അവൻ്റെ ലൈഫിൻ്റെ പാർട്ടാണ് ഈ സംഭവം. അപ്പം ആ വാഹനത്തിലാണിത് കയറി പിടിച്ചിരിക്കുന്നത്. നിർബന്ധിപ്പിച്ച് വാങ്ങുക. അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ ചോയ്സ് വെക്കണം. അതായത് എത്തനോൾ ഇല്ലാത്തത്, എത്തനോൾ ഉള്ളത്. ആ 2 രീതിയിലങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് എത്തനോൾ ഒഴിച്ച വണ്ടി, അതായത് ഈ പെട്രോള്, എനിക്കോ നിങ്ങൾക്ക് 1 രൂപയുടെ ലാഭം കിട്ടിയില്ല. അത് ലാഭം ഉണ്ടാക്കുന്നവൻ ലാഭം ഉണ്ടാക്കി. നേരത്തെ ഇങ്ങനെ ആയിരുന്നു. റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിച്ചിട്ട് ചിലർക്ക് ലാഭത്തിന് വേണ്ടി അതങ്ങ് വെച്ചു, അവർ ലാഭം ഉണ്ടാക്കി. ഇന്ത്യയുടെ പേര് ഗ്ലോബലി നാണക്കെടുകയും ചെയ്തു. ഇതാണ് അതേപോലെ തന്നെയാണ് എത്തനോൾ ഇഷ്യൂലുണ്ടാകുന്നത്. ചില കുടുംബത്തിനും ചില പൊളിറ്റിക്കൽ ഫാമിലിക്ക് ലാഭം ഉണ്ടായി. അതായത് പോയത് സാധാരണക്കാരൻ്റെ വാഹനങ്ങൾ. അതുമല്ല, ഇതിനെപ്പറ്റി നിങ്ങൾ സോഷ്യൽ മീഡിയ കയറി നോക്കണം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ട്വിറ്ററിലാണെങ്കിലും ഫേസ്ബുക്കിലും ഇത് മാത്രമാണ് മുഴുവൻ സംസാരം. കാരണം വല്ലാത്ത രീതിയിലാണ് ഓരോ ആൾക്കാരെ ഇത് ബാധിച്ചിരിക്കുന്നത്. അവൻ്റെ ലൈഫിനെ വെച്ചാണ് മോദി സർക്കാർ കളിച്ചിരിക്കുന്നത്. കാരണം ഒരു എക്സ്പെരിമെൻറ്റും ഇല്ലാതെ പെട്ടെന്ന് കയറി അതിന് റോൾ ഔട്ട് ചെയ്തു. അതായത് അതിനുവേണ്ടി പറഞ്ഞു, അപ്പുറത്ത് വാർ നടക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്നു. എത്തനോൾ 85, എത്തനോൾ പച്ചക്കള്ള. ഒരു എക്സ്പെരിമെൻറ്റും ട്രയലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടാകുന്നത്, അതിരൂക്ഷമായിട്ട് കാര്യങ്ങൾ മാറുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ 2 വീലറിനകത്ത് 20-30% മൈലേജ് അങ്ങോട്ട് കുറയും. നിങ്ങളെ അറിയാം, നിങ്ങൾ ഒരു ദിവസം എത്ര ലിറ്ററാണ് ഈ പെട്രോൾ അടിക്കുക, പെട്രോളിൻ്റെ വിലയും അറിയുക. അതിനകത്ത് 30% മൈലേജ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സിമ്പിളായത്. കാരണം ഇതിനൊന്നും ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഗവൺമെൻറ് ഭാഗത്ത് ഹർദീപ് സിംഗ് പുരി, പെട്രോളിയം മന്ത്രി, അയാൾ പറയുന്നത് പോലും കള്ളത്തരമാണ്. അതായത് ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളത്തരമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് സംഭവിച്ചത്? അവസാനം ഗവൺമെൻറ് കാണിച്ചു എല്ലാ എയർക്രാഫ്റ്റും ഉണ്ട്, 36 പച്ചക്കള്ളവില്ലേ പറഞ്ഞത്. ബാക്കി അവിടുന്ന് ഫ്രാൻസിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ടു. എന്താണ് പിന്നീട് ഗവൺമെൻറ് പറഞ്ഞു, ഒരു പട്ടാളക്കാരനും കൊല്ലപ്പെട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, ഒറ്റ പട്ടാളക്കാരും കൊല്ലപ്പെട്ടില്ല. കഴിഞ്ഞ ആഴ്ച 6 ഇന്ത്യൻ പട്ടാളക്കാർ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു. അവരുടെ പേരുൾപ്പെടെ വാർ മെമ്മോറിയൽ സംഭവം അടിച്ചു കൊന്നു. എല്ലാം കള്ളം മാത്രമേ പറയൂ, പച്ചക്കള്ളവേ പറയത്തുള്ളൂ. അതാണ് ഈ ഗവൺമെൻറ്, അതാണ് ഈ മോദി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഒരാളുകൾ പോലും ഒന്നും വിശ്വസിക്കാത്തത്. പറയുന്നതെല്ലാം കള്ളമാണ്. ആർക്കൊക്കെയോ വേണ്ടി കള്ളം പറയുന്നു. രാമൻ്റെ ഇഷ്യൂ, അത് അയോധ്യ ഇഷ്യൂ, ആദ്യം ഗവൺമെൻറ് എന്തോ പറയുന്നത്, ആദ്യം RSS എന്താ പറഞ്ഞത്, ഇത് മുഴുവനും കള്ളമാണ്. അവസാനം എല്ലാം കൂടെ തുറന്ന് മുമ്പിലോട്ട് വന്നു, എല്ലാം അടിച്ചങ്ങ് മാറ്റുകയാണ്. അവസാനം ഗവൺമെൻറ് സമ്മതിക്കേണ്ടി വന്നു. അതേപോലെ CBSE എക്സാം, നീറ്റ് എക്സാം, ഗവൺമെൻറ് പറഞ്ഞത് മുഴുവനും കള്ളമായിരുന്നു. അവസാനം ഗവൺമെൻറ് തന്നെ അഡ്മിറ്റ് ചെയ്തു, ലാപ്സസ് ഉണ്ടായി. ഇതാണ് മോദി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. പറയുന്നത് മുഴുവനും കള്ളം, ഒടുക്കലത്തെ തള്ളും. അതുകൊണ്ടാണ് ജനങ്ങൾ വിശ്വസിക്കാത്തത്. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മുതലെടുക്കുവാൻ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കും ഈ രാഹുൽ എന്ന് പറഞ്ഞ മരമൊണ്ണയ്ക്കും കഴിയുന്നില്ല. BJPയുടെ ആൾക്കാർ തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇത്രയും വലിയ അയോധ്യ ഇഷ്യൂ ഉണ്ടാകുന്നു, എത്തനോളിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നു, ഇതൊന്നും ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി എവിടെ പോയി? അതാണ് പറഞ്ഞ് ഈ മൊണ്ണ ഇവനെ പിടിച്ച് മാറ്റണമെന്ന് പറയും. ഞാൻ ആദ്യം മുതൽ പറയുന്നതിൻ്റെ കാര്യം ഇതാ, നല്ല പ്രതിപക്ഷം, സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം വേണം. ഇതങ്ങോട്ട് റേസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. പക്ഷെ അതുപോലും പറയാൻ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മുതുകിഴങ്ങന് അവന് കഴിയുന്നില്ല.
ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. മോദിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ രാഹുൽ ഗാന്ധി. അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ധാരണ നാളെയോ മറ്റന്നാളോ ഈ നിതിൻ ഗഡ്കരിയും കൂട്ടരും BJP വിട്ട് കോൺഗ്രസ് വരുമെന്നുള്ള ധാരണ. കാരണം അവിടുത്തെ അടി കാരണം അയാൾ ഈ സ്വപ്നം കണ്ടുകൊണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്ക് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയാം, ഈ രാഹുൽ ഗാന്ധിയെ മാറാതെ, ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറാതെ പൂർണ്ണമായിട്ട് ഇവൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതായാൽ മാത്രമേ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ പോലും നന്നാവുകയുള്ളൂ. ഞാൻ വെറുതെ പറയുകയല്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗതി അധോഗതിയായിട്ട് തന്നെ പോകും. അതായത് മോദി ഗവൺമെൻറ് കാണിക്കുന്ന ഇത്രമാത്രം വൃത്തികേടുകൾ, എത്തനോളാണെങ്കിലും രാമൻ്റെ ഇഷ്യൂ ആണെങ്കിലും അയോധ്യ ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള അമ്പലങ്ങളുടെ ഇഷ്യൂ ആണെങ്കിലും അതേപോലെ തന്നെ CBSE നീറ്റ് അഴിമതിയാണെങ്കിൽ ഇത്രമാത്രം ഹൈവേകളാണ് പൊളിഞ്ഞ് നാശമാകുന്നത്. നിങ്ങൾ കണ്ടോണം, സോഷ്യൽ മീഡിയയിലും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം വൃത്തിഹീനമായ രീതിയിൽ ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിനോട് ചോദ്യം ചെയ്യാൻ പോലും ഈ പറയുന്ന മരമൊണ്ണയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ പ്രതിപക്ഷമെന്ന സംഭവം ഇല്ലാതായി. അതുകൊണ്ട് തന്നെയാണ് TMC 5-6 പീസായി പോയതും ശിവസേനയെ നശിച്ചു പോയത്. അതായത് ഈ പറയുന്ന മോദി ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുവാൻ ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലാതായി. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപത്ത്.